എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ലണ്ടൻ ലൈഫ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ ലണ്ടനിലുള്ള ലെയ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ജീവിത രീതി, ഇവിടുത്തെ പ്രകൃതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനും ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജൂലൈ മാസം പകുതിയിലെടുത്തൊരു വീഡിയോ ആണ്. നല്ലൊരു സായാഹ്നമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് പോവുകയാണ്. ലെയ്റ്റൺ ജൂബിലി പാർക്ക് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, റോഡൊക്കെ വളരെ ശൂന്യമാണ്. വൈകുന്നേരം എല്ലാ ആളുകളും ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമുക്ക് റോഡിൻ്റെ ഇരുവശത്തായിട്ട് ആളുകൾക്ക് സൈക്കിൾ ചവിട്ടി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നടപ്പാതയുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും, വൈകുന്നേരം നല്ല, ഇവിടെ പല സമയത്തായാലും ആളുകൾ വ്യായാമം ചെയ്യും. അപ്പോൾ ഓടുന്ന ആളുകളുണ്ട്, സൈക്കിൾ ചവിട്ടുന്നവരുണ്ട്. നല്ല രസമാണ് ഇവിടെ. നമ്മൾക്ക് വളരെ റിലാക്സ് ആയിട്ട്, വളരെ കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലൊക്കെ 7 മണി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് സന്ധ്യ കഴിഞ്ഞൊരു സമയമാണ്. പക്ഷേ സമ്മർ ടൈമിൽ ലണ്ടനിൽ ഇരുട്ടായി വരണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. മിനിമം ഒരു 9 മണി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ പോലെ ഇരുട്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് പകൽ സമയം ഒരുപാട് കിട്ടും. ഇത് ബിന്നുകളൊക്കെ കണ്ടോ? ഒരു ബിന്നിൽ തന്നെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. നമുക്ക് റീസൈക്കിളായിട്ട്, പിന്നെ ഈ ദ്വാരം കാണുന്നത് സിഗരറ്റ് വലിക്കുന്നു, അതുപോലെ ഈ ബബിൾഗം ചവയ്ക്കുന്നവർക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ നടക്കുന്നത് സൈക്കിൾ പാതയിലൂടെയാണ്. ഇതുവഴി നടക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്കെതിരെ സൈക്കിൾ വരുന്ന റൂട്ടാണ്. ഇനി ഇവിടുത്തെ വീടുകളൊക്കെ കാണാം. പഴയ ബിൽഡിങ്ങുകളാണ്. ഒരുവിധം ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഒരു 100 വർഷത്തിന് മുമ്പ് നിർമ്മിച്ചതാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളൊക്കെ വീട്ടിൽ നിന്നും ഫ്ലാറ്റിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ കണ്ടോ, ഈ ലെയ്റ്റൺ ജൂബിലി പാർക്ക്, ഇതുപോലത്തെ ഒരുപാട് പാർക്കുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ആളുകൾക്ക് സ്വന്തമായിട്ട് മുറ്റം, പറമ്പ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർ വിനോദം കണ്ടെത്തുന്നതും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതും കൂടുതലും ഇതുപോലുള്ള പാർക്കുകളിലും പബ്ബുകളിലും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ നടക്കുന്നത് ഇവിടുത്തെ വീടുകളുടെ ഇടയിലൂടെയുള്ള റോഡിലാണ്. ഇവിടെ തന്നെ ഈ വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനാണ് അവിടെ കാണാൻ ഡിസേബിൾഡ് പാർക്കിംഗ്. അതുപോലെ സൈക്കിളുകൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വാൾത്താംസ്റ്റോ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു കൗൺസിലുണ്ട്. അതിൻ്റെ കീഴിൽ സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള ബോക്സുകളാണിത്. നമുക്ക് മാസം കറക്റ്റായിട്ട് എനിക്ക് എത്ര പൈസയാണെന്നറിയില്ല, അത് അടച്ചു കഴിഞ്ഞ് നമ്മൾ സൈക്കിൾ അതിൽ സൂക്ഷിച്ച് വെക്കാം. അതേപോലെ വീട്ടിലൊന്നും പോർച്ച് സൗകര്യമില്ല. അപ്പോൾ വാഹനങ്ങൾ ഇതേപോലെ എത്ര വില കൂടിയ വാഹനങ്ങളാണെങ്കിലും വെയിലും മഴയൊക്കെ കൊണ്ട് പുറത്താണ് അവർ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കാണാം, റോഡിൻ്റെ ഇരുവശവുമായിട്ട് ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇവിടുത്തെ പ്രകൃതിയാണ്. നമ്മുടെ നാടുമായിട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര വ്യത്യാസമാണ്. ഇവിടുത്തെ മരങ്ങളായാലും ചെടികളായാലും ഒക്കെ, അതുപോലെ വീടുകൾ, ഇതൊക്കെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. അതും എല്ലാ ബിൽഡിങ്ങുകളും തമ്മിൽ തൊട്ടാണ് അവർ നിർമ്മിക്കുന്നത്. ഈ കാണുന്ന മരങ്ങളൊക്കെ മഞ്ഞുകാലം കഴിഞ്ഞതിന് ശേഷം, മഞ്ഞുകാലത്തിൻ്റെ സമയത്ത് മുഴുവൻ ഇലയും പൊഴിയും. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതുതായി ഇലകൾ വന്ന സമയമാണ്. അതുകൊണ്ട് പ്രകൃതി നല്ല പച്ചപ്പുള്ള സമയമാണ് ഇപ്പോൾ.
ഈ ബിൽഡിങ് കണ്ടോ, വൈക്കിംഗ് സിനിമയൊക്കെ കാണുന്നവർക്കറിയാം, വൈക്കിംഗ് പാലസ് എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ പേര്. ഒരുപാട് വീടുകൾ അതിനുണ്ട്. അപ്പോൾ അവർക്കും ഇതാ സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈക്കിളിൻ്റെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന ഒരുവിധ ആളുകളുടെ കൂടെയൊക്കെ ഒരു പട്ടി ഉണ്ടാവും. ഇത് ബ്രീഡാ എനിക്കറിയില്ല. ഒരുവിധ ആളുകളുടെ കൂടെയൊക്കെ പട്ടികളുണ്ടാവും. അതുപോലെ ഇവിടുത്തെ ആളുകളൊക്കെ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക. മിക്കവാറും ആളുകളും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കും. പക്ഷേ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ അപ്പോൾ ഇതുപോലത്തെ സൈക്കിളിലാണ് ആളുകളിവിടെ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നത്. ഇലക്ട്രിക് സൈക്കിളുകൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഡെലിവറി ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അറിയിക്കും. ഈ വഴിയിലൂടെയാണ് നമ്മൾ പാർക്കിലേക്ക് കയറുന്നത്. ഒരുപാട് ആളുകൾ വൈകുന്നേരം ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി സൈക്കിളിൽ വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂട്ടറുകളുണ്ട്, അതുപോലെ സ്കേറ്റിംഗ് ബോർഡ്, പല രീതിയിലാണ് ആളുകൾ ഇവിടെ സഞ്ചരിക്കുന്നത്. ഇപ്പം നമുക്ക് മുന്നിലൂടെ പോകുന്നത് ഒരു കുടുംബമാണ്, ഒരു അച്ഛനും അമ്മയും 2 മക്കളും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നല്ല സന്തോഷത്തിലാണ് വൈകുന്നേരം. ഇവിടെ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ ആളുകൾ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരുപാട് ആളുകൾ വന്ന് എക്സർസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടെ ആളുകൾക്കും അതേപോലെ തന്നെ അവർ വളർത്തുന്ന പെറ്റ്സിനും വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ്. ഇവിടെയുള്ള എല്ലാ പൈപ്പുകളിലും കുടിവെള്ളം നമുക്ക് ലഭ്യമാണ്. ധൈര്യമായിട്ട് ഇവിടുത്തെ വെള്ളം കുടിക്കാനാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നത്. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, ആകാശം ചെറുതായിട്ട് മൂടി വരുന്നുണ്ട്. ഇവിടെ 2 കുട്ടികൾ ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട് വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിചയമില്ലാത്ത സ്പോർട്സ് കളികൾ, അങ്ങനത്തെ പല കാര്യങ്ങളും കാണാൻ പറ്റും. പാർക്കിൻ്റെ തന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ജിമ്മാണുള്ളത്. ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് ചെറിയ കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ്. അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. ഇനി നമ്മുടെ പെറ്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വലിയ ഫൈനും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഗവൺമെൻറ് ഈടാക്കും. ആ കുട്ടികളുടെ കളിസ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നല്ല പച്ചപ്പുണ്ട്, പുല്ല് പിടിപ്പിച്ച് നല്ല ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല തരം മെഷീൻസുകളുണ്ട്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് പ്രസ്, ഷോൾഡർ പ്രസ്, ഡിപ്സ്, പുള്ളപ്പ് ബാർ, അങ്ങനെ എല്ലാ രീതിയിലും ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് വ്യായാമം ചെയ്യാറുണ്ട്. രാവിലെയും വൈകുന്നേരവും ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. ഇത് പുള്ളപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അസിസ്റ്റഡ് പുള്ളപ്പും ചെയ്യുക, നോർമൽ പുള്ളപ്പ്. ഈ മെഷീൻ ഡിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ട്രൈസെപ്സും കൈകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകൾ കുടുംബത്തോടെ ഇവിടെ വന്ന് കളിയും വ്യായാമവും വളരെ നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ പറ്റും. നമ്മൾ TV കണ്ടിരിക്കുന്ന സമയവും മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന സമയവും അവരിവിടെ വന്നിട്ട് കുടുംബത്തോടൊപ്പം കളിച്ച് ചിരിച്ച് സമയം ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പൈററ്റ് ഷിപ്പില്ലേ, അതേ മാതൃകയിലാണ് കുട്ടികൾക്ക് കയറാനും ഇറങ്ങാനും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. ചില സമയത്ത് ഞാൻ ഈ മഴക്കാലത്ത് ഇവിടെ നടക്കാൻ വരുമ്പോൾ മഴ കൊള്ളാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനടിയിൽ കയറി നിൽക്കും. വളരെ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ കാണാം. നമ്മളെ നാട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ നടക്കും. ഇവിടെ അവരൊറ്റയ്ക്കാണ്. ഇവിടെ ഒരാളിതാ അവൻ ഒരു സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് തൂങ്ങി പോവുകയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഫണ്ണാണ് ഈ പാർക്കിലൊക്കെ ഉള്ളത്. ഇത് വളരെ വലിയൊരു പാർക്കാണ്. നമ്മളിപ്പോൾ
ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ കൗൺസിലും ഗവൺമെൻറ്റും വളരെ നല്ല രീതിയിൽ ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ പാർക്ക് എന്നല്ല, ഇവിടുത്തെ എല്ലാ പാർക്കുകളും പ്രത്യേക പാറ്റേണിൽ മരങ്ങൾ നടുക, അതേപോലെ എല്ലാ സ്ഥലത്തും വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റീസൈക്കിൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഡ്രിങ്കിൻ്റെ ക്യാനുകളൊക്കെ ഒരു ഭാഗത്ത്, ഫുഡ് വേസ്റ്റ് വേറൊരു ഭാഗത്ത്, പിന്നെ അതേപോലെ സിഗരറ്റിൻ്റെ ബഡ്സ് ഈ ദ്വാരത്തിലിടാൻ പറ്റും. അപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പമാണ്, അതേപോലെ തന്നെ വേസ്റ്റ് ഇടുന്ന ആളുകൾക്കും എളുപ്പമാണ്. അവർ അതിനുവേണ്ടി വേറെ ബിന്ന് തപ്പി പോകേണ്ട കാര്യമില്ല. ഒരേ ഇതിൽ തന്നെ എല്ലാതരം വേസ്റ്റുകളും ഇടാൻ പറ്റും. ഈ കാണുന്ന മരങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്. അപ്പോൾ അതേ രീതിയിൽ പുതിയ മരങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ മരത്തിൻ്റെ തൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് സൈഡിലും അതിന് സപ്പോർട്ട് കൊടുക്കും. ഈ പ്ലാസ്റ്റിക് ബാഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവും. അത് സമയാസമയം മണ്ണിലേക്ക് ഉറ്റിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ മരം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ആപ്പ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് ഒരു മരത്തിനെ വളർത്തി വലുതാക്കാനും പറ്റും. വളരെ നല്ലൊരു കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദിവസവും വന്ന് ഈ മരത്തിന് വെള്ളം ഒഴിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ കുട്ടികളും വലിയവരും എല്ലാവർക്കും സന്തോഷമാണ്. അതേപോലെ ഇവിടുത്തെ പ്രകൃതിയും മെച്ചപ്പെടും. നമ്മൾ പാർക്കിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന ബോർഡ് ഈ പ്രദേശത്തെ പറ്റിയുള്ള ചരിത്രമാണ്. ഈ പാർക്ക് എപ്പോൾ ആരംഭിച്ചു, പൊതുജനങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഇത് തുറന്നു കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പൊതുവേ ഇവിടുത്തെ പൊതുസ്ഥലങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ ഇതുപോലത്തെ ബോർഡുകൾ നമുക്ക് കാണാം. അതായത് ആ സ്ഥലത്തിൻ്റെ ചരിത്രം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഈ പാർക്കിലേക്ക് വരുന്ന മറ്റൊരു വഴിയാണിത്. അപ്പോൾ ആ വഴി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, കാറുകളൊക്കെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പാർക്കിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു കഫേയാണ്. കുക്കുലാല എന്നാണ് ആ കഫേയുടെ പേര്. കേൾക്കുവാൻ ചിരി വരും, എന്തായാലും അങ്ങനെയാണ് ആ കഫേയുടെ പേര്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തേക്കുള്ള വഴികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ രണ്ട് വശത്തുമായിട്ട് പലതരം കളർ ഇലകളുള്ള മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ സീസണിലും മരങ്ങളുടെയൊക്കെ ചെടികളുടെ ഇലയുടെ നിറം മാറിക്കൊണ്ടിരിക്കും. ഭയങ്കര ഭംഗിയാണ്. ഇനി വിൻ്റർ ആയിക്കഴിഞ്ഞാലോ ഈ മരങ്ങളൊക്കെ ഇല കൊഴിച്ചിട്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലെ പ്രേത സിനിമയിലോ കാണുന്ന പോലെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലായി മാറും ഈ പ്രദേശം. ഒരു ഇല പോലും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പാണ്. നമ്മൾ ഒന്ന് മനസ്സ് ടയർഡായിരിക്കുമ്പോൾ, ശരീരം ടയർഡായിരിക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജനും, ഒരുപാട് കിളികൾ, നാട്ടിലെ തത്തല്ലേ അതുപോലത്തെ ചെറിയ തത്തകൾ ഇവിടെ ഉണ്ട്. കിളികളുടെ ശബ്ദം, കുട്ടികളുടെ ശബ്ദം, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ സ്ഥലത്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. വളർത്തുനായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇയാൾ ആ നായക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുക, അതുപോലെ അതിൻ്റെ കൂടെ കളിക്കുക, നല്ല രസമാണ്. അപ്പോൾ നായകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിവിടെ വന്നു കഴിഞ്ഞാൽ പലതരം വെറൈറ്റി നായ്ക്കളെ നമുക്ക് കാണാൻ പറ്റും. നാട്ടിലെ പോലെ ഇവിടെ തെരുവ് നായ്ക്കളില്ല. എല്ലാ നായ്ക്കളുടെ കഴുത്തിലും ഒരു ടാഗ് ഉണ്ടാവും. അതൊക്കെ ആരെങ്കിലും വളർത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അവിടെ അടുത്ത് പോകാൻ പറ്റും. അതൊക്കെ പ്രത്യേക ഇഞ്ചക്ഷൻ ലൈസൻസും ഒക്കെ ഉള്ള ബ്രീഡായിരിക്കും അവരുടെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പെറ്റ് ലവർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ പട്ടിയുടെ കൂടെ കളിക്കാം. അപ്പോൾ അതിൻ്റെ ഓണർക്ക് അത് സന്തോഷമാണ്. നമുക്ക് ആ പട്ടിയുടെ ബ്രീഡ് എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം. കാണാൻ നല്ല ഭംഗിയുണ്ട്.
Okay. Akita. Well, normally it's small, right? Normally it's really small, right? Okay. Nice dog. അത് അക്കീറ്റ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ ഒരു മീമുണ്ട്, ആ പട്ടിയുടെ ഫേസ് വെച്ചിട്ടാണ് അതിൻ്റെ മീം, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ആ നായയാണ് അത്. അത്യാവശ്യം കാറ്റുള്ളൊരു ദിവസമാണെന്ന്. ഈ പാർക്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ബെഞ്ചുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാനും, അതേപോലെ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ ബിയർ കഴിക്കാം, പുസ്തകം വായിക്കാം, സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം. വ്യായാമം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ജോഗിങ്ങിന് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ പൊതുവേ ശനി ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവ് സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് പുസ്തകം വായിക്കാറുണ്ട്. ഇടയ്ക്ക് ആ ഓപ്പൺ ജിം യൂസ് ചെയ്യും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബോറടിക്കാനുള്ള ടൈം ഇവിടെ കിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഒരുപാട് ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നത്, ഒരു ബോളുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കാം. സമയം ചിലവഴിക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഈ പാർക്കിൽ പലതരം മേളകൾ, നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ, അതുപോലെ ചെറിയ പാർക്ക് റൺ, കുഞ്ഞു കുഞ്ഞു മാരത്തോണുകൾ, പാർക്കിന് ചുറ്റും 5-6 കിലോമീറ്റർ ഓടുന്ന അതൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവും. ഈ കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാർ പാർക്കിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവും. പണ്ട് നമ്മളൊക്കെ ചെറുതായപ്പോൾ ക്രിക്കറ്റൊക്കെ കളിച്ച് ഒരുപാട് സന്ധ്യയായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ വടിയുമായിട്ട് വന്ന് വീട്ടിലേക്ക് ഓടിച്ചു വിടുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല. രാത്രിയാകുന്നവരെ, ഇപ്പോൾ സമ്മറും കൂടി ആയതുകൊണ്ട് 9 മണിയൊക്കെ ആകും രാത്രിയാകും. അതുവരെ അവർക്ക് തകർത്തുല്ലസിക്കാം. അത് കഴിഞ്ഞിട്ട് കുടുംബസമേതം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുക. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് പെലിക്കൺ ക്രോസിങ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ട്രാഫിക് സിഗ്നലിൽ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി. അപ്പോൾ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ വാഹനങ്ങൾ നമുക്ക് വേണ്ടി നിർത്തിത്തരും. പ്രത്യേകതരം ഒരു ബീപ്പിങ്ങും ഉണ്ടാകും. അപ്പോൾ അതുവഴി കണ്ണ് കാണാത്ത ആളുകൾക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ലണ്ടനിലെ ബസ്. നാട്ടിലായപ്പോൾ ഭയങ്കര കൊതിയാണ് ഈ ബസ്സിലൊന്ന് കയറാൻ വേണ്ടിയിട്ട്. കാരണം 2 തട്ടാണല്ലോ. പ്രത്യേകിച്ച് ആ ബസ്സിൻ്റെ മുകളിൽ കയറി ഏറ്റവും മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്. ഒരുപാട് കാര്യങ്ങൾ മുകളിലിരുന്ന് കാണാൻ പറ്റും. ഏകദേശം 8 മണി ആയിട്ടുണ്ട് ഇപ്പോൾ ചുറ്റും നോക്കിയാൽ കാണാം വെളിച്ചം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ ഈ നാട്ടിലെ ജീവിത രീതിയും ഇവിടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.